അപ്പൊ ഇത് രണ്ടെണ്ണം ഫ്രൂട്ട് ബൗൾ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ കണ്ട അത് തല്ലൊന്നും ചെയ്തിട്ടൊന്നും ഫുഡൊക്കെ കഴിച്ചു. ഹലോ, വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എന്താ മോള് ഇന്നത്തെ സ്പെഷ്യല്? കാരണം ഇന്ന് നമ്മളെല്ലാരും കൂടെ എങ്ങോട്ട് പോണുണ്ട്, ചെടിച്ചട്ടി അതെ, കുറെ നാളായിട്ട് ചെടിയൊക്കെ വളർത്തണം, ചെടിച്ചട്ടി വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്താണെങ്കിലും ചെടിച്ചട്ടി വാങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ഞങ്ങള് രാവിലെ എണീച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുകയാണ്. ഞാൻ പാത്രമൊക്കെ കേക്ക് കഴിഞ്ഞിട്ടോ, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എപ്പോഴും കാണിക്കണതല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ഫുഡാ ഉച്ചക്ക് ഉണ്ടാക്കണമെന്ന് അറിയാം. ഞാൻ പറയണില്ല, നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം. ഉമ്മച്ചിക്കുട്ടിയെ എന്താ ഉണ്ടാക്കണോ? ബിരിയാണി. എന്റെ ഫേവറേറ്റ് ആണ് ബിരിയാണി. കുക്കർ ബിരിയാണിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. കുക്കർ കണ്ടപ്പോഴേ മനസ്സിലായി. കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയാലും എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്നത്തെയും പോലെ നമ്മൾ എന്ത് ചെയ്യണുണ്ട് ഉമ്മ? കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ ഇപ്പൊ കാരണം എന്താ അറിയോ, പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു കുക്കർ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു, സാധാരണ ബിരിയാണി അരി കൊണ്ടുള്ളത്. ഇത് ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പൊ ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണി ഇടുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബസ്മതി റൈസ് കൊണ്ട് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി അതും കുക്കറിൽ ഉണ്ടാക്കാനാണ് ഇപ്പൊ ഞാനിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേഹാപുർ സ്റ്റോറീസ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. എളുപ്പമാണ്, നല്ല രസമാണ്, ഞാൻ ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് മദ്രസ പഠിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട കാഴ്ച എന്താ അറിയോ? ഋഷി ഉമ്മമ്മക്കൂടിയൊക്കെ പോണം പറഞ്ഞ് വാശി പിടിച്ച് കരയാണ് രംഗാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാല് ഫുഡും കഴിച്ചിട്ടില്ല, മദ്രസ പഠിച്ചിട്ടുമില്ല, എന്നിട്ട് ഓൻ ഉമ്മമ്മക്കൂടിയൊക്കെ പോണം എന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പൊ കടോ വീഡിയോക്കും വരണില്ല, ഞങ്ങളോടൊക്കെ തെറ്റി അവിടെ ഇരുന്ന് കരയാണ്. പക്ഷെ സന്തോഷായില്ലേ? ഓനാകെ പോലെ എന്നാ പോയിക്കോ ചാച്ചാ. അപ്പോ ഇത് നമ്മളെ അനൂറ്റും കൊണ്ടുവന്നതാണ്. മറ്റേ വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്നു, ഓര് കൊണ്ട സംഭവമാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കാതിരിക്കും. ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്റെ കയ്യില് ചൂലാണ്. ഞാനിതാ അവിടെ അടിച്ചു വരാൻ പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, ഐ മീൻ ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനാണ് അടിച്ചോരി തുടക്കല്. അപ്പൊ നമുക്ക് അടിച്ചോരല് തുടങ്ങാട്ടോ. തുഴപ്പുമ്മേ വെള്ളമുണ്ട്, അത് തല്ലൊന്നും ചെയ്തിട്ടൊന്ന് പഠിപ്പിച്ചെന്നാൽ ഞാൻ നന്നായിക്കൊണ്ട് കണ്ടോ. ഞാൻ അങ്ങനെ പണിയെടുക്കുമ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടുന്നല്ല, എൻജോയ് ചെയ്തിട്ടാണ് തുറക്കല്. ഇമ്മി അങ്ങനെ കേട്ടോ, ഉമ്മാനെ കണ്ടിട്ടാണ് ഇപ്പം ഞാനും അങ്ങനെ പഠിച്ചത്. അപ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യാതെ തുടക്കട്ടെ. അപ്പം നമുക്ക് വേഗം തുറക്കാം കേട്ടോ. അപ്പോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഫുഡൊക്കെ ആയി. ഞങ്ങൾ തിന്നലും തൊട്ടി. എങ്ങനെയുണ്ട് ഉമ്മ? സൂപ്പർ അല്ലേ? ആണല്ലേ? ബിരിയാണി പിന്നെ എന്താണല്ലേ ടേസ്റ്റ് അല്ലേ? പിന്നെ സന്തോഷമുള്ള ഒരു വാർത്ത എന്താ വെച്ചാൽ, എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് ഫുഡും കഴിക്കാം. എന്നാ ഞാനും പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി ഇത് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി. മന്തിനേക്കാളും എല്ലാത്തിനേക്കാളും ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം. ഋഷുന് പിന്നെ മന്തി ഇഷ്ടം. പക്ഷെ ഋഷു ഇപ്പൊ അവളല്ല, ഉമ്മമ്മ കുടിക്ക് പോയി. ഓൾക്ക് പിന്നെ ഒന്നും വേണ്ടല്ലേ അമ്മ? നമ്മളെ പപ്പ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടൊന്നും അല്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്റെ പപ്പക്ക് ജ്വല്ലറി ഒന്നും ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് പപ്പ? അടിപൊളിയാ? ഉമ്മച്ചിക്കാകെ പൊലി വയ്ക്കണം.
അപ്പൊ ഇന്നൊക്കെ ഇതാ ഫാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഇവരപ്പം ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുക. അപ്പൊ ഞാനിതാ ഫുഡ് കഴിക്കാൻ വന്ന് ഇരുന്നിക്കണു. നമ്മള് ഫുഡൊക്കെ അവിടെ ഉണ്ട്. തൈരൊന്നും ഒഴിച്ചിട്ടില്ല. തൈരൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പൊ നമുക്ക് ചോറ് തിന്ന് നോക്കിയോ കേട്ടോ. പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആക്കണം. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ബിരിയാണി എനിക്ക് പറ്റില്ലുണ്ട്. ഞാൻ ആർക്കും പറ്റില്ല പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലേ നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും മതി സ്റ്റോറിയിൽ ഇടും ചെയ്യും. നിങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ തന്നെ വേണം. അത്രക്കും ടേസ്റ്റ്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ മാത്രല്ല കേട്ടോ, പപ്പി ഇമ്മി എല്ലാരും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും എങ്ങോട്ടാ പോണെന്ന് അറിയോ? അന്നത്തെ വീഡിയോ ഞങ്ങൾ ചട്ടി വാങ്ങാൻ പോയിരുന്നു, പക്ഷെ വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ എല്ലാരും എങ്ങോട്ട് പോവാണ്? ചട്ടി വാങ്ങാൻ പോവാണ്. ചെടിച്ചട്ടി. ചെടിച്ചട്ടി അല്ലാതെ ചട്ടി. ഞാൻ ചെടിച്ചട്ടി അങ്ങനെ ആലോചിച്ചില്ല. ചെടിച്ചട്ടി വാങ്ങാനാണ് പോണത്. അപ്പൊ നമുക്ക് ഇന്ന് ഏതായാലും നേരത്തെ ഇറങ്ങിക്കൊടും. അന്നത്തെ അവസ്ഥ വൈകരുത് എന്ന് ആലോചിച്ചിട്ട് തന്നെ നേരത്തെ ഇറങ്ങിക്കൊടും. അപ്പൊ നമുക്ക് പോയോക്കാം. അപ്പൊ ഞങ്ങള് ചെടിച്ചട്ടിന്റെ കട അന്വേഷിച്ചാണ്ടുള്ള പോക്കിലാണ്. കുറെ ഇങ്ങനെ പോയി നോക്കണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. കാണുന്നതൊക്കെ ചെടികളുള്ളതാണ്. അപ്പൊ ചട്ടികൾ മാത്രം ഉള്ളതാണെങ്കിൽ കൂടുതൽ കിട്ടില്ലോ എന്ന് കരുതി. അപ്പൊ ഞങ്ങളങ്ങനെ തപ്പി പോയിങ്ങോണ്ടിരിക്കണം. നമുക്കൊന്നും ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കാം. ഇതുപോലത്തെ 4 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുതിയൊരു കളക്ഷനാണ്. അപ്പൊ ഇത് 2 അത് ഹാങ്ങിങ് ആണ്. ഇതൊക്കെയാണ് ഇപ്പൊ വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ട കൊറേ നല്ല രസമുള്ള മീനുകളുണ്ട്. ഞാൻ നേരെ കാണിച്ചു തരട്ടോ. ഒരു കുഞ്ഞി കൈക്കോട്ട്. ഈ കൈക്കോട്ട് നമുക്ക് വാങ്ങാലേ. ചെടിച്ചട്ടി. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയ സമ്പാദ്യങ്ങൾ. ചെടിച്ചട്ടിയാണ്. ചട്ടി വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച ആളാട്ടോ ഞാൻ. പിന്നെ പ്ലാസ്റ്റിക് ചട്ടി തന്നെ വാങ്ങേണ്ടി വന്നു. കാരണം സിമെന്റ് ചട്ടി എന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ സിമെന്റിന്റെ ചട്ടി കിട്ടാനില്ല, എവിടെയും കിട്ടാനില്ല. അപ്പൊ അവസാനം ഇപ്പൊ പ്ലാസ്റ്റിക് തന്നെ വാങ്ങി. പിന്നെ മൺചട്ടിക്കൊക്കെ ഭയങ്കര വിലയുണ്ട്. പിന്നെ മൺചട്ടി അവിടെ വെക്കാനും പറ്റില്ല. കാരണം തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ട്. അത് ഇടാൻ ആളെ കിട്ടാത്തതുകൊണ്ട് തേങ്ങ ചാടി പട്ടയൊക്കെ ചാടി പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവസാനം ഇപ്പൊ പ്ലാസ്റ്റിക് തന്നെ വാങ്ങി. അപ്പൊ ഞങ്ങള് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയപ്പോ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറയണ വേറൊരു കടയിലും കൂടി കേറി നോക്കാന്നാണ്. അപ്പൊ നമുക്ക് നോക്കിയോ. അപ്പൊ ഞങ്ങൾ ഇത് അവിടെ ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് അവോക്കാഡോ ഷേക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട്? മറ്റേതൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ 3 കൂടി ഓർഡർ എടുത്തിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ചും പിന്നെ 2 വെറൈറ്റി. ഒന്ന് ഫ്രൂട്ട്സ് മീൽ അല്ലേ, ഫ്രൂട്ട്സ് മീൽ അല്ല ഫ്രൂട്ട്സ് ബൗള്. പിന്നെ ഒരു വെറൈറ്റി ഡ്രിങ്കും കൂടെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവോക്കാഡോന്റെയും ടെൻഡർ കോക്കനട്ടിന്റെയും നല്ലൊരു മിക്സിങ് ഫ്ലേവറാണ്. രസമുണ്ട്. നമുക്ക് കുടിച്ചു നോക്കിയേക്കാം. എനിക്കതിന്റെ ടേസ്റ്റ് നല്ലോണം പറ്റിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ടേസ്റ്റാണ്. സംഭവം ഇഷ്ടമായി. അപ്പൊ നമ്മളെ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കല്ലേ. ആദ്യം കഴിച്ചു നോക്കാം. നമുക്ക് ഉമ്മാനോട് കഴിച്ചു നോക്കാം. അപ്പൊ ടൂണ സാൻഡ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് തിന്നോക്കാം. ഞാൻ തിന്നോക്കട്ടെ. ഒക്കെ ഇട്ടിട്ടുണ്ടാവില്ല.
സൂപ്പർ ടേസ്റ്റ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത മൂന്നാമത്തെ ഐറ്റം. ഫ്രൂട്ട് ബൗൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കണ്ട ക്രഞ്ചി ആയിട്ടുള്ള കോൺഫ്ലേക്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിവി ഉണ്ട്, പിന്നെ കണ്ട ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് മീൻസ് അനാറ്, പിന്നെ ചിയാ സീഡ്സ്, പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു 3-4 ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ളതാണ്. ബനാന, പിന്നെ എന്താണ് പാഷൻ ഫ്രൂട്ട്, മാംഗോ ഒക്കെ ചേർത്തതാണ്. അതാണ് ടേസ്റ്റ്. ഒത്തിരി ഫ്രൂട്ട്സ് പിന്നെ യോഗട്ടും ചേർന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പിന്നെ ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിച്ചു അതുപോലെ ഇത് മിക്സ് ചെയ്യുന്ന സാധനങ്ങൾ ശരിയാവണം അല്ലേ? എങ്ങനെയുണ്ട്? വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. കാരണം അവരിതിൽ പേരക്കയാണ് ചേർത്തിട്ടുള്ളത്. പേരക്കൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൊടുക്കാം, പക്ഷെ പേരക്ക ചേർത്തതുകൊണ്ട് അത്ര ടേസ്റ്റ് ചെയ്ത് തോന്നുന്നില്ല. നമ്മൾ വന്നിട്ടുണ്ട്. എന്താണ് സംഭവം? എന്താണ് പറയുന്നത്? പാഷൻ ഫ്രൂട്ട് ആൻഡ് പൈനാപ്പിൾ ഒരു ഡ്രിങ്കാണ്. കേട്ടോ പുളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടോ? പാഷൻ ഫ്രൂട്ടും പൈനാപ്പിളും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ലെമൺ ഉണ്ട് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടമായി. പിന്നെ അതുപോലെ നമ്മൾ അവക്കാഡോ കോക്കനട്ട്, പക്ഷേ ഈ ഫ്രൂട്ട് ബൗൾ അതൊന്നും ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആദ്യം കുടിച്ചത് ഇഷ്ടമായി, പിന്നെ ടൂന സാൻഡ്വിച്ച് ഇഷ്ടമായി. പപ്പക്ക് ഏതാ ഇഷ്ടപ്പെട്ട? ഇതാ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ബേക്കും അതുപോലെ കുറേ ചെടിച്ചട്ടികളൊക്കെ വാങ്ങി അവസാനം വീട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിഡിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.